നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 1. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് അത് വളരെ ഭക്തിപരമായ ഒരു മാസമാണ്. ഈ മാസത്തിലാണ് രാമായണം പാരായണം ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ നടക്കുന്നത്, ആനയൂട്ട് നടക്കുന്നത്, ശ്രീരാമ ദർശനം, അതായത് നാലമ്പല ദർശനം നടക്കുന്ന സമയം. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇവരെയെല്ലാം ഒരൊറ്റ ദിവസം ദർശിക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ് നാലമ്പല ദർശനം. അത് നടക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. ഈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ആയുർവേദ ചികിത്സയ്ക്ക് നമ്മുടെ ശരീരം ഇണങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉഴിച്ചിൽ, അല്ലെങ്കിൽ ആയുർവേദ കഞ്ഞി, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ, ഇതെല്ലാം കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ മാസം ഭയങ്കര ഭക്തിപരമായ ഒരു മാസമാണ്. അമ്പലങ്ങളിലെല്ലാം ഭയങ്കര വിശേഷമായ പൂജകളും അല്ലെങ്കിൽ വിശേഷ പ്രവൃത്തികളെല്ലാം നടക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. ആനയൂട്ട് നടക്കുന്ന സമയമാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടകം 1 ആനയൂട്ട് നടക്കുന്നുണ്ട്. അതുപോലെ പല പല അമ്പലങ്ങളിലും ആനയൂട്ട് നടക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അതായത് ആനയ്ക്കും ഒരു സുഖചികിത്സ. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത്. ദുർഘടം നിറഞ്ഞ ഒരു മാസമെന്നാണ് കർക്കിടക മാസത്തെ പൊതുവെ പറയാറുള്ളതെങ്കിലും നമ്മൾ ഭക്തിയിലോട്ട്, അതായത് ഭഗവാനും ദൈവവും മനുഷ്യനും ഒന്ന് എന്നൊരു ചിന്തയിൽ മുഴുവൻ ഭക്തിയിലേക്ക് നീങ്ങുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. ദുർഘടം മാറാൻ വേണ്ടി ഭക്തിയിലേക്ക് എല്ലാവരും ഭക്തി മാർഗം നോക്കുന്ന ഒരു മാസം. ഈ മാസം മാത്രമല്ല, പൊതുവെ എല്ലാ മാസവും ഭക്തി ഉണ്ടെങ്കിലും ഈ മാസം കുറച്ച് കൂടുതലായിട്ടാണ്. മലയാള കലണ്ടർ പ്രകാരം അടുത്ത മാസം പുതുവർഷമാണ്, പിന്നീട് ഓണം, അങ്ങനെ പല ഉത്സവങ്ങളെല്ലാം ഉള്ള സമയമാണ്. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു വർഷം അല്ലെങ്കിൽ നല്ലൊരു മാസം നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.